മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 13/9/1996 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രമാണ് നക്ഷത്രം, ഉത്രം 2-ാം പാദം, ധനു ലഗ്നം. ലഗ്നത്തിൽ ഹംസ മഹായോഗം കൊടുത്ത് വ്യാഴം. 2, 3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ ശനി, കേതു. 5, 6, 7 ഭാവങ്ങൾ ശൂന്യം. 8-ൽ ശുക്രൻ, കുജൻ. 9-ൽ ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ. 10-ൽ ചന്ദ്രൻ, രാഹു, ബുധൻ. 11-ൽ ഗുളികൻ. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണിത്. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ പറയേണ്ടുന്നത് ലക്ഷം ദോഷോ ഗുരുഹന്തി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണക്കാരനായിട്ടുള്ള ഗ്രഹം വ്യാഴം, സാക്ഷാൽ വ്യാഴം. ലഗ്നത്തിൽ ഹംസ മഹായോഗം കൊടുത്തു നിൽക്കുന്നു. നല്ലതാണ്, അങ്ങേയറ്റം നല്ലതാണ്. നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം 5, 7, 9 ഈ 3 ഭാവങ്ങളിലേക്ക് ശക്തമായിട്ടുള്ള ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഈ ജാതകത്തിലെ അല്ലെങ്കിൽ ഗ്രഹനിലയിലെ പ്രശ്നം? ഇവിടെ വ്യാഴം നിൽക്കുന്നത് നല്ല പൊസിഷനിലാണ്, ലഗ്നത്തിൽ തന്നെയാണ്. ആ വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ, ആനുകൂല്യങ്ങൾ, നേട്ടങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനൊരല്പം ഡിലേ വരും. കാരണം കേതുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ രാഹു പ്രത്യേകിച്ചും ശനിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഉപരി ചന്ദ്രനും ബുധനും, ഈ 3 ഗ്രഹങ്ങളും, ക്ഷമിക്കുക, 2 ഗ്രഹങ്ങളും ഒരു ഛായാഗ്രഹവും. ചന്ദ്രൻ, ബുധൻ ഗ്രഹങ്ങൾ, രാഹു ഛായാഗ്രഹം. ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. പ്രസ്തുത ദൃഷ്ടി ഏറ്റുവാങ്ങി ഈ 3 അവസ്ഥകളും ചന്ദ്രൻ, ബുധൻ, രാഹു ശനിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശനിയോടൊത്ത് കേതുവുമുണ്ട്. പ്രസ്തുത ശനി തൻ്റെ 10ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് എന്ന് വച്ചാൽ വ്യാഴം നിൽക്കുന്നിടത്തേക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തെക്കൊണ്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനൊരല്പം വൈകുക, കാലതാമസം ചെറുതായിട്ട്, വലിയ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലോ അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കത്തക്ക രീതിയിലോ അല്ല, ഒരല്പം കാലതാമസം ശനിയുടേതായിട്ടുള്ള ജോലികൾ കൃത്യമായിട്ട് ചെയ്യുക വഴി ഉണ്ടാകും. അതിനുശേഷമാണ് ഇവിടെ വ്യാഴം വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും ആ വ്യക്തിക്ക് ഗുണം, നേട്ടം, മെച്ചം ഒക്കെ ഉണ്ടാവുകയും അതല്ലെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യുക. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ വിവാഹം എന്ന് പറയുന്ന അവസ്ഥ, 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം, 7-ൽ ഗ്രഹങ്ങളൊന്നും ഇല്ല. 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനാണ്. ബുധൻ നിൽക്കുന്നത് ലഗ്നാൽ 10-ൽ ഭദ്രയോഗം കൊടുത്ത് കന്നിയിൽ തന്നെ നിൽക്കുന്നു. വളരെ നല്ലതാണ്. പക്ഷേ അതിനോടൊത്ത് രാഹു, അതിനോടൊത്ത് ശത്രു ചന്ദ്രൻ, അതിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടി, അവിടേക്ക് ശനിയുടെ 7ാമത്തെ ദൃഷ്ടി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും തന്നെ നല്ലതല്ല. ഒട്ടും നല്ലതല്ല എന്ന് പറഞ്ഞാൽ അശേഷം നല്ലതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. 7ാം ഭാവാധിപന് പ്രത്യേകിച്ച് ഗുളികൻ്റെ ബന്ധവും അതുപോലെ തന്നെ ശനിയുടെ ബന്ധവും വരുന്നത് ഒരു രീതിയിലും നല്ലതല്ലത് ആർക്ക് തന്നെയാണെങ്കിലും. ഇവിടെ 2 രീതിയിൽ വേണം ഫലത്തെ എടുക്കാനായിട്ട്. ഒന്ന്, ഇത് കൃത്യമായിട്ടുള്ള ഒരു സമയത്ത്, ഇദ്ദേഹത്തിന് രാഹുദശയാണ് നിലവിൽ നടക്കുന്നത്. 2028 ജനുവരി 5-ാം തീയതി വരെ രാഹുവിൽ ബുധൻ, എങ്ങനെയുള്ള ബുധൻ? 7ാം ഭാവാധിപത്യം വഹിച്ച് 10-ൽ ഭദ്രയോഗം കൊടുത്തു നിൽക്കുന്ന ബുധനാണ്. വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒരു പരിധി വരെ പറഞ്ഞാൽ. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കൃത്യമായി വ്യാഴം 7ലേക്കുള്ള ദൃഷ്ടി വളരെ ആക്റ്റീവാക്കി സജീവമാക്കി നിർത്തിയാൽ ഏറ്റവും മികച്ച ഒരു വിവാഹയോഗം ഇദ്ദേഹത്തിന് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അശേഷം പിഴയ്ക്കുകയോ അതല്ല ചേർക്കാൻ പറ്റാത്ത ഗ്രഹനിലകൾ ചേർക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയും വിവാഹാനന്തരം ഇത്തരം ഗ്രഹനിലയിൽ പൊതുവെ കണ്ടുവരാറുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ട് നാളും പൊരുത്തവും ജാതകവും എന്ന് വെച്ചാൽ ഗ്രഹനിലകളും കൃത്യമായി ചേർക്കാൻ പറ്റുന്നതാണ് ചേർക്കുന്നതെങ്കിൽ വ്യാഴം അവിടെ കൃത്യമായി വർക്കായി എന്ന് പറയേണ്ടി വരും. വ്യാഴം കൃത്യമായിട്ട് അതിൻ്റെ ജോലി ചെയ്യും. അത് പ്രകാരം ഗുണാനുഭവങ്ങളും ഉണ്ടാകും. എന്നാൽ ഏതെങ്കിലും രീതിയിൽ പാളിച്ചകൾ ഗ്രഹനില ചേർക്കുന്നതിൽ പറ്റിയാൽ വളരെ മോശമായിട്ടുള്ള വിവാഹ ജീവിതം ഉണ്ടാകാനുള്ള സാധ്യതയും ഇത്തരം ഗ്രഹനിലക്കാർക്ക് വളരെ സർവ്വസാധാരണമാണ്. 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന, ജാഗ്രത പുലർത്തേണ്ടുന്നതായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം തന്നെയാണ്. മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ ശുക്രൻ, ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരക ഗ്രഹം ശുക്രനാണ്. ഏതൊരു ഗ്രഹനിലയിലും
പ്രസ്തുത ശുക്രൻ കർക്കടകത്തിൽ നീചനായി നിൽക്കുന്ന കുജനോടൊത്താണ് നിൽക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കർക്കടകത്തിലെ ശുക്രനെ ശ്രദ്ധിക്കണം. രണ്ട്, നീചനായി നിൽക്കുന്ന കുജനോടൊത്ത് നിൽക്കുന്ന ശുക്രനെ. ഈ രണ്ടവസ്ഥകളും ശുക്രനുമായി ബന്ധപ്പെട്ടും ഈ ഗ്രഹനിലയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനും അർത്ഥം ഗ്രഹനിലകൾ പരിശോധിച്ച് ഉറപ്പാക്കി ചേർക്കാൻ പറ്റുന്നതാണ് എങ്കിൽ മാത്രമേ വിവാഹ സംബന്ധമായിട്ട് ചേർക്കാവൂ എന്ന് അടിവരയിട്ട് പറയുന്ന മറ്റൊരു അവസ്ഥ കൂടിയാണ് കർക്കിടകത്തിലെ ശുക്രനും നീചനായി നിൽക്കുന്ന ശുക്രനോടൊത്ത് നിൽക്കുന്ന കുജൻ്റെയും അവസ്ഥ സൂചിപ്പിക്കുന്നത്. കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുത്തു പോകേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണത്. കൃത്യമായി പരിഹാരങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ, ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ അതുപോലെ തന്നെ ഈ 10-ൽ ബുധൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭദ്രായോഗമുണ്ട്. പക്ഷേ ഇവിടെ രാഹുവും ചന്ദ്രനും അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടിയും ശനിയുടെ ദൃഷ്ടിയും വന്നതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കയറ്റത്തിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരിക, അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് വരിക, അല്ലെങ്കിൽ ശത്രുതാപരമായിട്ടുള്ള നടപടികൾ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ടുണ്ടാവുക, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കുറച്ചു കാലം ജോലി ചെയ്ത ശേഷം അവിടെ നിന്ന് മാറി സാഹചര്യവശാൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടുക, അല്ലെങ്കിൽ മാറിപ്പോവുക, അല്ലെങ്കിൽ മാറേണ്ടുന്ന അവസ്ഥ വരിക പോലെയുള്ള അനുഭവങ്ങളെല്ലാം തന്നെ ഇത്തരക്കാർക്ക് വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. ഇതിൽ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ പ്രത്യേകിച്ച് രാഹുദശ നടക്കുകയും ചെയ്യുന്നു. ഇല്യൂഷൻസാണ് രാഹു, മായാവിദ്യകൾ ഉള്ള ഛായാഗ്രഹം. അപ്പോൾ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ബ്ലെയിം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ജോലി സംബന്ധമായിട്ട് ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട ഇത്തരം വ്യക്തികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ജോലി സംബന്ധമായിട്ടുള്ള അനുകൂല ഫലങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ തടസ്സങ്ങൾ, തർക്കങ്ങൾ, കാലതാമസം പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ്. പൊതുവേ 10ലേക്ക് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അവിടെ ഡിലേ എന്ന് പറയുന്ന ഒരവസ്ഥ, നേട്ടങ്ങൾക്ക്, ഉയർച്ചയ്ക്ക് ഡിലേ എന്ന് പറയുന്ന ഒരവസ്ഥ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നു കഴിഞ്ഞു. അവിടെയാണ് രാഹു നിൽക്കുന്നത്, മനസ്സിൻ്റെ കാരകഗ്രഹം ചന്ദ്രൻ നിൽക്കുന്നത്. അവിടേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ മനസമാധാനക്കേടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. അവിടെയാണ് കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുത്ത് പോകുക വഴി ഇതിൻ്റെ പെർസെൻറ്റേജിൽ ഗണ്യമായിട്ടുള്ള കുറവ് വരുത്താൻ നിഷ്പ്രയാസം തന്നെ സാധിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന അവസ്ഥ തന്നെയാണ്. ലഗ്നത്തിൽ വ്യാഴം നിന്ന് എല്ലാ ഗുണഫലങ്ങളും കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ പോലും ശനിയുടെ ദൃഷ്ടി അതിൻ്റെ ഫലത്തെ എന്ന് വച്ചാൽ അതിൻ്റെ ഗുണഫലത്തെ ആ വ്യക്തിയിലേക്ക് എത്തിക്കുന്നതിന് ഒരല്പം കാലതാമസം വരുത്തും. അതിനുശേഷം വ്യാഴം അവിടെ കൃത്യമായി വർക്കാവുകയും ഇദ്ദേഹം രാഹുദശ 2035 വരെ രാഹുദശയാണ്. അതിനുശേഷം വ്യാഴദശ 2051 വരെ 16 കൊല്ലക്കാലം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ രാഹുദശയെ വളരെ ബുദ്ധിപരമായി ക്ഷമയോടെ നേരിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലുള്ള ഒരു വ്യാഴസ്ഥിതി തന്നെയാണ് ഈ ഗ്രഹനിലയിൽ ഉള്ളത്. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത ഒരു രീതിയിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും കൃത്യമായി ശ്രദ്ധിച്ച് കൃത്യമായി ക്ഷമ കാണിച്ച് പോയി കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായിട്ടും ഒരുപാട് ഗുണങ്ങൾ ഇദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് 2-3 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് കൃത്യമായി പാലിച്ച് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഉത്രമാണ് നക്ഷത്രം, സൂര്യദശയിൽ ജനിച്ചു. 2000 വരെ സൂര്യൻ, അതിനുശേഷം ചന്ദ്രൻ 10 കൊല്ലം, അതിനുശേഷം ചൊവ്വ 7 കൊല്ലം, അതിനുശേഷം രാഹു 18 കൊല്ലം 2035 വരെ, ശേഷം 16 കൊല്ലം വ്യാഴം 2051 വരെ, ശേഷം ശനി 19 കൊല്ലം, ശേഷം ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ രാഹുവിൽ ബുധനാണ് ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത്. 18/6/2025 തൊട്ട് 5/1/2028 വരെ രാഹുവിൽ ബുധൻ ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ്. വിവാഹം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സമയമാണ് എന്ന് പറയുമ്പോഴും ബുധൻ ഗുളികൻ്റെ ദൃഷ്ടിയിൽ ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്ന സമയമാണ് നടക്കുന്നത്. അപ്പോൾ ഗ്രഹനിലകൾ ചേർക്കുന്ന സമയത്ത് വ്യക്തികളെ പരിഗണിക്കുന്ന സമയത്ത് കൃത്യമായി ഒരറിവോടുകൂടി, ജാഗ്രതയോടുകൂടി, ശ്രദ്ധയോടുകൂടി ഒത്തുപോകുന്നവരാണ് എങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ നിഷ്കരുണം പിന്മാറുക. അവിടെ ഉപേക്ഷ വിചാരിക്കാതിരിക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.